കയ്യൊപ്പ്. നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ ഫോട്ടോഗ്രാഫി മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വിഷയമാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. ഫോട്ടോഗ്രാഫി രംഗത്തെ നിരവധി പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫോട്ടോഗ്രാഫി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ട് കൂടിയാണ് ആദ്യം ഈ വിഷയത്തിൽ നമ്മളൊപ്പം പങ്കുചേരുന്നത്. എന്തായാലും നിലവിൽ ഈ ഫോട്ടോഗ്രാഫേഴ്സ് അതുപോലെ തന്നെ സ്റ്റുഡിയോ ഉടമകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? പ്രധാനമായും ഇന്ന് ഫോട്ടോഗ്രാഫർമാർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ രംഗത്തേക്ക് മറ്റുള്ള ആളുകളുടെ കടന്നുകയറ്റം തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ വിഷയം. ടെക്നോളജിയുടെ വികാസം തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുന്നവരാണ് ഫോട്ടോഗ്രാഫർമാർ. പക്ഷേ ആ ടെക്നോളജി മിസ്യൂസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകർ അങ്ങനെയുള്ള ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ത്രീ സമൂഹം ഒരു സുരക്ഷാ ഭീഷണി പോലും നേരിടുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരു സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ അംഗീകൃത ഫോട്ടോഗ്രാഫറെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫി ജോലികൾ ഏൽപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായ ഒരു ലേബലുണ്ട്, ഒരു അഡ്രസ്സുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ വലിയ വിലമുടക്കിലുള്ള പുതിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലമുള്ള ക്യാമറകൾ വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ വാടകയ്ക്കുള്ള കെട്ടിടങ്ങൾ നൽകിക്കൊണ്ട് സ്ഥാപനം നടത്തി പോകുമ്പോൾ തീർച്ചയായിട്ടും മാന്യമായ ഒരു റേറ്റും വാങ്ങിക്കൊണ്ട് തന്നെയാണ് സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ പുതിയതായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പഴയ ക്യാമറകൾ വാടകയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്ഥിരമായി ഈ രംഗത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ചെറിയ തുകയ്ക്ക് പക്ഷേ അവരുടെ പഠനത്തിനും ഒരു സ്ഥിര ജോലികളിലും ഇടവേളകളിലായിരിക്കാം ഈ ഒരു തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മാന്യമായ ഒരു തൊഴിൽ സംസ്കാരം അവിടെ നഷ്ടപ്പെടുകയും വളരെ നല്ല രീതിയിൽ ലഭിക്കേണ്ട ഒരു പ്രതിഫലം ലഭിക്കാതെ വരികയും നല്ല ഒരു ഫോട്ടോഗ്രാഫർക്ക് ഇതൊരു തൊഴിൽ, ഒരു ഉപജീവന മാർഗമായി കൊണ്ടു നടന്ന ഒരാളുടെ ആ തൊഴിൽ മാർഗം അവിടെ അടയപ്പെടുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇന്ന് കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം. മറ്റൊരു വെല്ലുവിളി ഇപ്പോൾ വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടിയിരിക്കുന്നു. ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇളവ് ഈ സ്റ്റുഡിയോ ഉടമകൾക്ക് നൽകണമെന്നൊരു ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നു? തീർച്ചയായിട്ടും. നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ആദ്യ കാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ സ്റ്റുഡിയോകളിൽ ഉപയോഗിച്ചിരുന്ന ലൈറ്റുകൾ ഒത്തിരി കൺസെപ്റ്റ്സ് ഉണ്ടാകുന്ന ലൈറ്റുകളായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നിപ്പോൾ സ്റ്റുഡിയോയിൽ ഒരു ഫ്ലാഷോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആ താരിഫിൽ നിന്ന് താഴേട്ട് കൊണ്ടുവന്നാൽ അതൊരു പരിധിവരെ പരിഹരിക്കുന്നുണ്ട്. പിന്നെ വൈദ്യുതി ചാർജ് നമുക്കറിയാം മാറി വരുന്ന സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 1-2 പ്രാവശ്യം ഈ വൈദ്യുതി ചാർജ് വർധന വരുമ്പോൾ അത് സ്റ്റുഡിയോകൾക്ക് മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എല്ലാ ബിസിനസ് രംഗത്തും അവരുടെ മക്കൾ കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ എന്തുകൊണ്ടാണ് ഈ ഫോട്ടോഗ്രാഫി മേഖലകളിൽ ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നത്? അതായത് യുവാക്കൾ ഈ രംഗത്തേക്ക് വരുന്നത്, അതിന് പകരം മൊബൈലുകൾ ഉപയോഗിച്ച് അത്തരത്തിൽ ഒരു സമീപനം ഇപ്പോൾ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തൊട്ട് മുമ്പ് വരെ ഫോട്ടോഗ്രാഫർമാരുടെ മക്കൾ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് തന്നെ കടന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് അവർ കടന്നു വരുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ. കാരണം ഇത്രയും മുതൽ മുടക്കിൽ ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകുമ്പോൾ സ്റ്റുഡിയോകളിലേക്ക് വർക്ക് വരാത്തൊരു സാഹചര്യം ഈ പറയുന്ന മറ്റ് ആളുകൾ ഈ രംഗം കൈയടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാഹചര്യം നഷ്ടപ്പെടുന്നു. നമുക്കറിയാം പണ്ട് ഒരു വലിയ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ശോഭിക്കാത്ത ആളുകളൊക്കെയാണ് സ്റ്റുഡിയോ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരായിട്ട് വരുന്നവരൊക്കെ വിദ്യാസമ്പന്നരായിട്ട് ആളുകളൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. സ്വന്തം മക്കളെ ഒരുപക്ഷെ ഇതിലേക്ക് വിടാതിരിക്കാനുള്ള സാഹചര്യം അവരുടെ അനുഭവം ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം. ഒരു ഫിലിം കാലഘട്ടത്തിൽ നിന്നും ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറിയ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വരുമ്പോൾ സ്വന്തം മക്കളെ ഈ തൊഴിൽ രംഗത്ത് പിടിച്ചു നിർത്തിയാൽ അവർക്കൊരു ഉപജീവന മാർഗമാകില്ല എന്നുള്ളൊരു തോന്നൽ ഭൂരിഭാഗം ഫോട്ടോഗ്രാഫർമാർക്ക് ഉണ്ടായത് അതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലവിൽ ഇപ്പോൾ വലിയ പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ ഈ മേഖല കടന്നു പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യപ്പെടാനുള്ളത്? ഇപ്പോൾ മെയിനായിട്ടും പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ സ്റ്റുഡിയോ പാസ്പോർട്ട് സൈസ് എന്ന് പറയുന്ന സംഭവം പാസ്പോർട്ട് എന്നുള്ള സ്റ്റുഡിയോ ഒന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ പാസ്പോർട്ട് ചെറിയ 1-2 പാസ്പോർട്ട് എടുത്തുകൊണ്ടാണ് കേരളത്തിലുള്ള എല്ലാവരും പാസ്പോർട്ട് സ്റ്റുഡിയോക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 30,000-ഓളം ഫോട്ടോഗ്രാഫർമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. 20,000-ഓളം ഫാമിലി ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ ഓൺലൈൻ സംവിധാനത്തിൽ ഗവൺമെൻറ് ഒരുപാട് സംവിധാനങ്ങൾ ഓൺലൈനിലുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ഫോട്ടോ എടുപ്പ് തൽക്കാലം നിർത്തണം, ഗവൺമെൻറ്റുമായിട്ട് ആവശ്യപ്പെട്ടതാണ്. അവർക്ക് ഓൺലൈൻ വർക്കുകൾ മാത്രം ചെയ്ത് ജീവിക്കാം, പക്ഷേ ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുത്ത് മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഓൺലൈൻ മറ്റും ഒരുപാട് സാധ്യതകളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ കാര്യത്തിലും വിദ്യാർത്ഥികളായാലും ഒരു ഓഫീസായാലും റേഷൻ കാർഡിൻ്റെ കാര്യമായാലും ആപ്ലിക്കേഷൻ ആയാലും എല്ലാത്തിലും ഓൺലൈൻ സർവീസ് വേണം. ആ സേവനം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഫോട്ടോ എടുത്ത് നമ്മളൊരു തൊഴിലിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് സഹകരിക്കണം. അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് സ്കൂളിലുള്ള PTA-യും മാഷന്മാരും സാറന്മാരും ചേർന്നുകൊണ്ട് ഒരു ക്യാമറ അവിടെ വാങ്ങുന്നുണ്ട്. അത് ഞങ്ങൾ മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ സ്കൂളിലുള്ള ഫംഗ്ഷനുകൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമറ ഉപയോഗിച്ച് SLC ഫോട്ടോ വരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം SLC ഫോട്ടോ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ പറയില്ല ഒരു മാമാങ്കോ ഒരു ചാകരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഒരുപാട് സ്റ്റുഡിയോ ജീവിക്കുന്നത്. ആ SLC ടൈമിന് കുറച്ച് വർക്ക് ഉണ്ടാവുമല്ലോ, അതുപോലും കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ പല സ്റ്റുഡിയോകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡുള്ള കേരളത്തിലെ പല മേഖലകളിലും ഈ കോവിഡിന് ശേഷം സ്റ്റുഡിയോകൾ അടച്ചുപൂട്ടി പലരും പുതിയൊരു ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 55-50 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് കല്യാണ വർക്കുകൾ കുറവാണ്. അപ്പോൾ അവരാകെ ഉപജീവന മാർഗം ഈ സ്റ്റുഡിയോ മാത്രമാണ്. അതുപോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അതിനു വേണ്ടിയിട്ട്, സർക്കാരും ജനങ്ങളും സമൂഹങ്ങളും ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ രീതിയിലും ഉണ്ടാകണം. ഇത്തരം പ്രതിഷേധങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗവുമില്ല. നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്നവരായതുകൊണ്ട് ഒരു റോഡ് പിക്കറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു സ്ഥലത്ത് അവരെ മന്ത്രിനെ വിളിച്ച് അവിടെ കൂടിയിരുന്ന ഒരു നിവേദനങ്ങൾ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് സമൂഹമായിട്ട് നല്ല ബന്ധമുണ്ട്. വയനാട്ടിൽ 2 വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ അസോസിയേഷൻ പൈസയെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റായിട്ട് സഹകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ ഇതുവരെയുള്ള എന്ത് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും നമ്മളെ സംഘടനയ്ക്ക് കഴിയുന്നത് അല്ലെങ്കിൽ എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്തുകൊണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഗ്രാമങ്ങളിലുള്ള പല പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടന്ന് ഇപ്പോഴും ഈ ഫോട്ടോഗ്രാഫർമാരാണ്. കാരണം അവരെടുക്കുന്ന പടങ്ങൾ അത് പത്രങ്ങൾക്ക് നൽകിയും അത്തരം ഒരു സേവനം കൂടി ചെയ്യുന്ന ഒരു ആളുകളാണ്. ആ രീതിയിൽ വലിയ പരിഗണന നിങ്ങൾ അറിയിക്കുന്നില്ല? ഉണ്ട്. എന്നിട്ട് പോലും എല്ലാ മന്ത്രിമാരും സംസാരിക്കുമ്പോൾ ഇതുണ്ടാവും. നിങ്ങളാണ് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് പലതും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെയുള്ള പ്രശ്നങ്ങൾ. കാരണം പ്രസ് ഫോട്ടോഗ്രാഫർ മാത്രമല്ല, എല്ലാ സ്ഥലത്തും പ്രസ് ഫോട്ടോഗ്രാഫർ ഉണ്ടാവില്ല. ഞങ്ങളെപ്പോലത്തെ സ്റ്റുഡിയോ വർക്കേഴ്സും പ്രസ് ഫോട്ടോ അതിൽ തന്നെയാണ് വർക്ക്. ഇതിലുള്ള ഭൂരിഭാഗം ആൾക്കാരും പ്രസ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫോട്ടോ തന്നെയാണ്. കാരണം പലരും അവരെ നേരിട്ട് വിളിക്കുകയായി, ഏതെങ്കിലും സ്റ്റുഡിയോയിലെ ഏതെങ്കിലും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട്. കാരണം എല്ലാ സ്ഥലത്തും ഒരു പ്രസ് ഫോട്ടോഗ്രാഫറെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പോലും മന്ത്രിമാരും മറ്റും സംസാരിക്കുമ്പോൾ ഞങ്ങൾ അത്രയും പറയും. പക്ഷേ ഞങ്ങളൊരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതുണ്ടാവില്ല. ഇപ്പോൾ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഞങ്ങളും മെമ്പറായിരുന്നു, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഫോട്ടോഗ്രാഫറായി നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. അത്തരം ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നില്ല. നിലവിൽ എന്തെങ്കിലും ആനുകൂല്യം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല, ആകെ ക്ഷേമനിധിയാണുള്ളത്. സർക്കാർ ഫോട്ടോഗ്രാഫർ ക്ഷേമനിധിയല്ല, പീഡിക തൊഴിലാളി ക്ഷേമനിധിയുണ്ട്. അതിലുള്ള ശരിയായ വരുന്ന ആനുകൂല്യം അല്ലാണ്ട് മറ്റൊരു ആനുകൂല്യം കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാട്ട് ഞങ്ങൾ തന്നെ ഓരോ ആനുകൂല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെൽഫെയർ ഉണ്ട്, അതിൽ നിന്ന് ചികിത്സാ സഹായവും മരണാനന്തര സഹായവും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു സാന്ത്വനം എന്നുള്ള പരിപാടിയുണ്ട്. എല്ലാവരും കൂടി കളക്ട് ചെയ്ത് ഒരാൾ അതിലുള്ള മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയോളം കൊടുക്കുന്ന മറ്റാൾ സഹായിക്കില്ല എന്ന് അറിയുന്നത് കൊണ്ട് സംഘടനയെ അത് ഏറ്റെടുത്ത് സഹായിക്കുക. ഏതെങ്കിലും ഒരാൾ സഹായിച്ചാലേ ഫോട്ടോഗ്രാഫർ രക്ഷപ്പെടും. ഒരുപാട് വനിതകളും ഈ മേഖലയിലുണ്ട്. അവരും ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. ഏതായാലും സ്ത്രീകളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിലവിൽ ഫോട്ടോഗ്രാഫി മേഖല നിങ്ങൾ എത്ര വർഷമായി ഈ മേഖലയിൽ? എന്താണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി? നമ്മളിപ്പോൾ ഒരു 27 വർഷമായി സ്റ്റുഡിയോ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ മേഖലയ്ക്ക് വന്നിട്ട് ഒരു 10 വർഷമായി. മുൻപെല്ലാം നല്ല കല്യാണ വർക്കെല്ലാം കിട്ടിക്കൊണ്ടായി. ഇപ്പോൾ അതെല്ലാം കുറേ കുറവാണ്. പാസ്പോർട്ട് സൈസിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇൻഡോർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇതിലിപ്പോൾ. എന്നാലും പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ സംഘടനയോടും ഈ ഫോട്ടോഗ്രാഫി മേഖലയോടും ഇഷ്ടമുള്ളത് കൊണ്ടും ഇത് തന്നെ നമുക്ക് വേറെ ജീവിത വരുമാന മാർഗം വേറെ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇതിൽ തന്നെ പോകുന്നുണ്ട്. ഈ സർക്കാരിനോട് ഇപ്പോൾ എന്താണ് അടിയന്തരമായ ഒരു ഇടപെടൽ ആവശ്യപ്പെടാനുള്ളത്? അതെ, കറണ്ട് ചാർജെല്ലാം ഇപ്പോൾ ഭയങ്കര കൂടിയിട്ടുണ്ട്. അതെല്ലാം കുറക്കണം. പിന്നെ ഓൺലൈൻ കടന്നുകയറ്റം, ഫാൻസി സ്റ്റോറുകളിലെല്ലാം കുറേ ഇത് പഞ്ചായത്തിൻ്റെ അതെല്ലാം വരുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന കുറേ ഇതെല്ലാം ഇപ്പോൾ അവർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഭയങ്കര അടിയായിട്ട് മാറുന്നുണ്ട്. അതെല്ലാം ഒരു വരുമാന മാർഗമായിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് നിർത്തിയിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ മേഖലയിൽ. ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാണെന്നാണ് ആവശ്യപ്പെടുന്നത്? അതെ, എന്തായിട്ടും അടിയന്തരമായിട്ടൊരു ഇത് വേണം തന്നെ ആവശ്യപ്പെടുന്നു. ഫോട്ടോഗ്രാഫി മേഖല വളരെ ദാരുണമായ ഒരവസ്ഥയിലൂടെ കടന്നു പറയുമ്പം
40 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ അന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഫിലിമും പേപ്പറുകൾ പോലുള്ള തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഡാമേജ് ഉണ്ടായിരുന്ന അവസ്ഥാവിശേഷമായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ ടെക്നോളജിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഫോട്ടോഗ്രാഫി മേഖല വളർന്നെങ്കിലും ആ വളർച്ചയോടൊപ്പം ഞങ്ങളെപ്പോലുള്ള സീനിയറായിട്ടുള്ള ആളുകളടക്കം അഡ്വാൻസ്ഡായി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ AI യുഗത്തിൽ പോലും ഞങ്ങളിപ്പോഴും ഫോട്ടോഗ്രാഫി മേഖലയിൽ നൂതന സാങ്കേതികവിദ്യ സ്വീകരിച്ചുകൊണ്ട് സ്ഥാപനം നടത്തിപ്പോകുന്നത്. അങ്ങനെ നടത്തിപ്പോകുമ്പോഴും അതിൻ്റെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതകളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കുടുംബം പോറ്റുന്നതിന് വേണ്ടി സർക്കാർ മേഖലകളിൽ നിന്ന് ഇന്ന് തൊഴിൽ ലഭിക്കുമെന്നോ അല്ലെ മറ്റെന്തെങ്കിലും രൂപത്തിൽ സാമ്പത്തിക സഹായം ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കില്ല, ഇപ്പോൾ വരുന്ന തലമുറകൾക്കുമില്ല. നമുക്കറിയാം, അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പുതിയ തലമുറകളിൽ കുട്ടികൾ പോലും വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ഈ നാട്ടിൽ 50 വയസ്സിന് മുകളിലുള്ള വൃദ്ധന്മാരായിട്ടുള്ള ദമ്പതികൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ ചുരുട്ട് കൂടുന്ന സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിനകത്ത് വല്ലാതെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പല വീടുകളും ആളില്ലാതെ അടച്ചുപൂട്ടി കിടക്കുന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അത് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ ഇവിടെ അവർക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും അവർക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും നല്ല രൂപത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് 100% സാക്ഷര കേരളം എന്ന് പറയുന്ന ഈ കേരളത്തിനകത്ത് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അതുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയുമില്ലാതെ കാണുമ്പോൾ ഞങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് എല്ലാ മന്ത്രിമാരും പറയുന്നുണ്ടെങ്കിലും എല്ലാ MLA-മാരും പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഈ കേരളത്തിനകത്ത് ജീവിക്കണമെങ്കിൽ മന്ത്രിമാർക്കും MLA-മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും MLA-മാരുടെയും മന്ത്രിമാരുടെയും അടക്കമുള്ള PA-കൾക്കല്ലാതെ ഒരു സാധാരണ ജനത്തിന് ഇവിടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാർഷിക മേഖലയിൽ ഒരു ഉൽപ്പന്നങ്ങൾക്കും ഇന്ന് വിലയില്ലാത്ത സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ മാന്ദ്യം നമ്മുടെ സമൂഹത്തിൽ ഓരോ കടകളിലും ഈ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം രാവിലെ മുതൽ തുറന്നിരിക്കുന്ന ആളുകൾ, ഫോട്ടോ സ്റ്റുഡിയോകൾ തുറന്നിരിക്കുന്ന ഞങ്ങളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ പണിയില്ലാത്ത അവസ്ഥയിൽ കുടുംബം പോറ്റാൻ വല്ലാത്ത നിവൃത്തികേടിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇരുട്ടടി പോലെ വൈദ്യുതി മേഖലയിൽ ഇപ്പോൾ വൈദ്യുതി ചാർജ് വർധന ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ വാടക കൊടുത്ത കെട്ടിടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ GST വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വാടകയ്ക്ക് GST കൂടി ഏർപ്പെടുത്തുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കണം. ഈ ഗവൺമെൻറ്റുകൾ ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നതെന്നുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഫോട്ടോഗ്രാഫർമാർ ഇവിടെ ഓരോരുത്തരും സമരത്തിനും ഒരാളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന വർഗ്ഗമല്ല, സ്വന്തമായി തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ്. ഒരു സർക്കാരിൻ്റെയും ആനുകൂല്യം പറ്റിയിട്ട് തൊഴിൽ കണ്ടെത്തിയവരല്ല. തൊട്ടുതാലി അടക്കം പണയം വെച്ചിട്ട് സ്ഥാപനങ്ങൾ നടത്തി ക്യാമറകൾ വൻ തുക കൊടുത്ത് മേടിച്ച് മാന്യമായി അന്തസ്സോടുകൂടി സമൂഹത്തിൽ ജോലി ചെയ്യുന്ന ഈ വർഗത്തെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ്റുകളും മുന്നോട്ട് വരാത്ത വളരെ വേദനാജനകമായ അവസ്ഥ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഒപ്പം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെക്കാളുപരി ഈ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. വൈദ്യുതി ചാർജ് വർധനവ് മുഴുവൻ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ സിലിണ്ടർ വില വർധനവ് വരുന്നുണ്ട്. അതേപോലെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അതിനോടൊപ്പം തന്നെ നികുതി അടച്ച് ഇവിടെ സുഗമമായി മാന്യമായി ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി ആ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് വിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഫോട്ടോഗ്രാഫി മേഖല ഇന്ന് പ്രതിസന്ധിയാണ് നേരിടുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ ഫോട്ടോഗ്രാഫർമാരും ഇപ്പോൾ തീരാ പട്ടിണിയിലാണ്. നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുത്തക മേഖലകളും അത് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഓൺലൈൻ സ്ഥാപനങ്ങളിലും ക്യാമറ വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് തുച്ഛമായ തുകയ്ക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ജനസേവാ കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള നടപടിയായി മുന്നോട്ട് പോകുന്നു. അതുപോലെ അധ്യാപകർ അനാഥ അധ്യാപകരും സ്കൂളുകളിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മുടെ തൊഴിലിലേക്ക് കടന്നു കയറുന്നു. അതുപോലെ ഈവൻറ്റ് മാനേജ്മെൻറ്റുകൾ നമുക്ക് കിട്ടേണ്ട കല്യാണ വർക്കുകളും അത്തരം വർക്കുകളൊക്കെ അവർ കൈയടക്കിക്കൊണ്ട് പാവപ്പെട്ട നമ്മുടെ ഫോട്ടോഗ്രാഫർമാരുടെ ഉപജീവന മാർഗം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ അതിൻ്റെ കൂടെ തിരിച്ചടിയായി തന്നെ ഇരട്ടടിയായി നമുക്ക് വൈദ്യുതി ചാർജ് വർധന. പല സ്റ്റുഡിയോകളും വരുമാനമില്ലാണ്ട് പൂട്ടേണ്ട അവസ്ഥയിലാണ്, അവരുടെ കറണ്ട് ചാർജ് അടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ സർക്കാർ വൈദ്യുതി ചാർജ് വർധന എന്നുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പൂർണ്ണമായും നമ്മുടെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനങ്ങൾ ഇതൊക്കെ പിൻവലിക്കുക. അതുപോലെ GST നമുക്കറിയാം, ഇപ്പോൾ തന്നെ വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ വാടകയുടെ മുകൾ വീണ്ടും ഒരു GST എന്നുള്ള ഒരു അവസ്ഥ കൂടി നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. തീർച്ചയായും ഇത്തരം നിലപാടുകളൊക്കെ സർക്കാർ പിൻവലിക്കണം. നമ്മൾ പാവപ്പെട്ട ഫോട്ടോഗ്രാഫർമാർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം
ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഫോട്ടോഗ്രാഫി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാനിവിടെ ചോദിക്കാൻ തുടരും. നാൽപ്പത് വർഷത്തോളമായി സ്റ്റുഡിയോ നടത്തുന്ന കാഞ്ഞങ്ങാട്ടെ സരിക ഉണ്ണികൂടി നമ്മോടൊപ്പം ചേരുന്നു. തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡിയോ നടത്തുന്ന ഒരാളാണ്. എങ്ങനെയാണ് ആ വ്യത്യാസം, അന്നുണ്ടായ വ്യത്യാസം, ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ്? അന്ന് സമൂഹത്തിൽ ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു വിലയുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആ സമൂഹത്തിൽ നമുക്ക് അതിൻ്റെ മാന്യത ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു. അതായത് പുതിയ സംരംഭങ്ങൾ വന്നുകൊണ്ട് ആർക്കും ഇതിലേക്ക് കയറി വന്ന് അവരുടെ പ്രവർത്തനം ചെയ്യാനും ഉള്ള ഒരു സൗകര്യം ആയിട്ടുണ്ട്. അത് നമ്മുടെ മേഖലയെ മുൻകാല പ്രവർത്തകരെ നല്ലോണം ആ ജോലി സംബന്ധമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഗവൺമെൻറ്റിനോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതായത് ഗവൺമെൻറ് ആവശ്യങ്ങൾക്കുള്ള ഫോട്ടോഗ്രാഫി എങ്കിലും പഴയകാല അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥാപനം നടത്തുന്നിടത്തേക്ക് വന്നെടുക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. അല്ലാതെ പുറമേയുള്ള എല്ലാവർക്കും കയറി ഇറങ്ങി എടുക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കാതെ മാന്യമായി ടാക്സും തൊഴിൽ നികുതിയും മുനിസിപ്പാലിറ്റി ടാക്സും ഇതൊക്കെ അടച്ച് വാടകയോ പറഞ്ഞത് കൊടുത്ത് അതിൻ്റെ ടാക്സൊക്കെ അടച്ച് ഇരിക്കുന്ന ഞങ്ങൾക്ക് തൊഴിലില്ല. അതിന് പകരം പുറമെ ഫ്രീലാൻസ് ക്യാമറ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് ക്യാമറ വർക്കുമായി പോവുകയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ വർക്ക്. അപ്പോൾ ഗവൺമെൻറ് തക്കതായ ഇടപെടൽ ഇതിനാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ഒരു അനുകൂലമില്ലാത്ത സ്ഥിതിയാണുള്ളത്. സർക്കാർ ക്ഷേമനിധി പോലുള്ള പദ്ധതികളുണ്ടെങ്കിലും നമുക്ക് അംശാദായം വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള ആനുകൂല്യം നമുക്ക് ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. അംശാദായം 40 രൂപ ഉണ്ടായത് 100 രൂപയിലേക്ക് എത്തിക്കുകയും അതിനുള്ള ആനുകൂല്യം അതിൻ്റെ അനുവാദത്തിൽ നമുക്ക് ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. നമ്മുടെ സംഘടനയിൽ നിന്ന് തന്നെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നമ്മളെ അംഗങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. സാന്ത്വനം പോലുള്ള പദ്ധതി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവും ആൾക്കാർ. സാന്ത്വനം പദ്ധതി ഓരോ അംഗം മരണപ്പെടുമ്പോഴും അതിന് 100 രൂപ വീതം എടുത്ത് ഇപ്പോൾ 9,100,000 രൂപ പോലെയാണ് നമ്മൾ ഒരംഗം മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് നമ്മൾ സഹായിക്കുന്നത്. അത്തരത്തിലുള്ള പദ്ധതിയും അതുപോലെ വിവിധ ചാരിറ്റി പ്രവർത്തനവുമായിട്ടാണ് നമ്മുടെ സംഘടന ഇന്ന് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളികൾ, അതായത് ഓൺലൈൻ സ്ഥാപനങ്ങളിൽ പോലുള്ള ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ സംഘടനയും നമ്മളെ അംഗങ്ങളെയും ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതിനൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ഈ സമരത്തിലൂടെ അതിനൊരു അറുതി വരുത്തണം. അത്തരത്തിലുള്ള ഒരു ശക്തമായ ഒരു സമരപരിപാടി മുന്നോട്ട് പോകുന്നതാണ്. ശക്തമായ സമരപരിപാടി തന്നെ മുന്നോട്ട് പോകും. സംസ്ഥാനത്തൊട്ടാകെ ഈ സമരപരിപാടി പ്രചരിപ്പിക്കും. അതിനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ സംസാരിച്ചമാരുള്ളവരെ ഒരുപാട് ബഹുമാനത്തോടു കൂടിയാണ് നമ്മുടെ മേഖലയെ കണ്ടതും ജനങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ജീവിതമാർഗം വഴിമുട്ടിയൊരവസ്ഥയാണുള്ളത്. പല കുടുംബങ്ങളും ആത്മഹത്യാ വക്കിൽ നിൽക്കുകയാണ്. ഇപ്പോൾ പലരും തൊഴിൽപരമായി ആത്മഹത്യാ വക്കിലുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഈ കുടുംബങ്ങളും ആത്മഹത്യാ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി അറുതി വരുത്തുന്നത് ഇപ്പോൾ മാറി വരുന്ന സർക്കാർ വിചാരിച്ചാലേ ഇതിനൊരു പോംവഴി കണ്ടെത്താൻ പറ്റൂ. ഞങ്ങൾ എല്ലാ ടാക്സും അടക്കുന്നുണ്ട്. ഞങ്ങൾ സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ ടാക്സും അടച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത്. പക്ഷേ വാടക കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ വാടക കുടിശ്ശികയോടൊപ്പം തന്നെ GST നമ്മളെ ഒരുപാട് ബാധിക്കുന്ന പ്രശ്നമാണ്. കറണ്ട് ബില്ല് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. അതുകൂടാതെ ചെറുകിട ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം വന്നു. ഞങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തന്നെ നിൽക്കുന്നില്ല. എന്നാലും ഞങ്ങളെ കടയിൽ 100 രൂപ സ്വീകരിച്ചുകൊണ്ട് അതുകൂടി നമ്മളെ പഞ്ചായത്തും സർക്കാരും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയോട് അനുബന്ധിച്ച് പറയാനുള്ളത് ഈ സ്റ്റുഡിയോ പോലുള്ള കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് നിരോധനത്തിൽ നിന്ന് 100 രൂപ കൊടുക്കുന്നത് പോലും ഞങ്ങളെ സർക്കാരിൽ നിന്ന് മാറ്റം വരുത്തണം. കാരണം ഞങ്ങൾ വെറും പാവപ്പെട്ടവരാണ് ഉള്ളത്. ഒരുപാട് പണക്കാർ ഇതിൻ്റെ പിറകിലുണ്ടാവും. പക്ഷേ ചെറുകിട തൊഴിലാളികളാണ് ഈ AKPA പ്രസ്ഥാനത്തിൽ. അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ മാറി വരുന്ന സർക്കാർ തയ്യാറാവണമെന്ന് ഒരു വിനീത അഭ്യർത്ഥനയാണ് ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ഈ കൂട്ടായ്മയിൽ നിന്ന് പ്രവർത്തിച്ച് ഞങ്ങളോട് സഹകരിച്ചു പോകുന്ന ഒരുപാട് പ്രായമുള്ളവർ ഇതിനകത്തുണ്ട്. കുടുംബജീവിതം താറുമാറായി കിടക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു മാറ്റം വരുത്തണമെങ്കിൽ പഴയ രീതിയിൽ ഈ ഫോട്ടോഗ്രാഫി എത്തണമെങ്കിൽ സർക്കാരുകൾ മാറ്റം വരുത്തിയാലേ പറ്റൂ എന്നാണ് ഞങ്ങൾക്ക് ഈ തൊഴിലിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും 10-20,000-ഓളം വരുന്ന AKP അംഗങ്ങൾ മാത്രം അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 2-3 ലക്ഷം കുടുംബാംഗങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിൻ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഓൺലൈൻ സെൻറ്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഒക്കെ ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല. അപ്പോൾ അതുപോലത്തെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് മുമ്പിലുണ്ടെങ്കിലും അധ്യാപകർ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മേഖല വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാമെന്നുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് ആനുകൂല്യത്തിനപ്പുറത്തേക്ക് ഇരുട്ടടി എന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും എത്തുന്നത്.
ഇപ്പോൾ 18% GST വർധനമായാലും വൈദ്യുതി ചാർജ് വർധനമായാലും അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം. ആ നിലയ്ക്ക് സംഘടനയ്ക്കൊരു പരിധിയുണ്ട്. ആ സംഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും സംഘടന ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അംഗം മരണപ്പെട്ട് കഴിഞ്ഞാൽ സംഘടനയുടെ സാന്ത്വനം പദ്ധതിയിലൂടെ 9 ലക്ഷം രൂപയാണ് ഒരു അംഗത്തിന് നമ്മൾ സംഘടന കൊടുക്കുന്നത്. അതുപോലെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ, അതുപോലെ പിന്നെ ഇൻഷുറൻസ് പദ്ധതി, ഇതൊക്കെ സംഘടന നൽകുന്നതാണ് അംഗങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇത് സംഘടനയ്ക്ക് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ആവശ്യം സംഘടനയോട് നമ്മൾ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ സംഘടനയാണ് ഏറ്റവും ആദ്യം അംഗങ്ങളിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് സർക്കാരിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായാലും ഇപ്പോൾ വയനാട്ടിലേക്ക് നമ്മൾ 2 കുടുംബത്തിന് വീട് കൊടുക്കാൻ നമ്മൾ റെഡിയാണ്, സംഘടന റെഡിയാണ്. സർക്കാർ പറയുന്ന ഏത് 2 കുടുംബത്തിനും ആ കുടുംബത്തിനുള്ള വീടിൻ്റെ ചിലവ് വഹിച്ചുകൊണ്ട് സർക്കാരിന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വീട് കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ആവശ്യങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ആ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്, ചെയ്തു കൊടുക്കും. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പല തവണ കൈനീട്ടേണ്ട അവസ്ഥയിലേക്കാണ്. അംശാദായം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേമനിധി പെൻഷൻ 3000 രൂപ ആക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടതാണ്. ഒരു 8 വർഷത്തോളമായുള്ള സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് നമ്മൾ പ്രമേയം പാസ്സാക്കി ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ക്ഷേമനിധിയിലെ അംഗങ്ങളെ വർദ്ധിപ്പിച്ചതിന് ശേഷം, അംശാദായം വർദ്ധിപ്പിച്ചതിന് ശേഷം നമ്മൾ ആനുകൂല്യം വർദ്ധിപ്പിക്കാം. അതിനുശേഷം കേരളത്തിലെ എല്ലാ ഫോട്ടോഗ്രാഫർമാരെയും ക്ഷേമനിധിയുടെ പരിധിയിൽ കൊണ്ടുവരികയും അംശാദായം അടപ്പിക്കുകയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രം നമ്മളൊരു കുടിശ്ശിക നിവാരണ യത്നം വെച്ചിട്ട് ലക്ഷങ്ങളാണ് നമ്മൾ അടച്ചത്. പക്ഷേ 1 രൂപ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ ഇതുവരെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴും. പക്ഷേ ഫോട്ടോഗ്രാഫർമാരോടും സംഘടനയോടും എല്ലാ ജനപ്രതിനിധികളും സ്നേഹമാണ്. കാണുമ്പോഴും ആനുകൂല്യങ്ങൾ വാക്കിൽ തരാൻ അല്ലെങ്കിൽ പേപ്പറിൽ തരാൻ വേണ്ടി ഓക്കെയാണ്, പക്ഷേ പ്രാബല്യത്തിലേക്ക് വരുന്നില്ല ആൾ. വളരെ ദുഃഖകരമായ സത്യം. ഫോട്ടോ സ്റ്റുഡിയോ നടത്തിപ്പോകുന്ന ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രധാന വരുമാനം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ പല ഓൺലൈൻ കേന്ദ്രങ്ങളും അതുപോലെ ഫാൻസി കടകൾ ഉൾപ്പെടെ ഇപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിൻ്റ് അടിച്ച് കൊടുക്കുന്ന വലിയൊരു ഭീതി വിതക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ തൊഴിൽ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ സ്റ്റുഡിയോകളുടെയും താഴെ പല സ്റ്റുഡിയോകളിലും ഒരു ബിൽഡിങ്ങിൻ്റെ 2ാം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. തൊട്ട് താഴെ അല്ലെങ്കിൽ തൊട്ട് സമീപത്തായി പ്രവർത്തിക്കുന്ന ജനസേവന കേന്ദ്രങ്ങൾ, ഓൺലൈൻ കേന്ദ്രങ്ങൾ, അതുമല്ല ഫാൻസി ഷോപ്പുകൾ ഉൾപ്പെടെ, അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് കടകൾ ഉൾപ്പെടെ ഈ ഫോട്ടോഗ്രാഫി സേവനം ചെയ്തുകൊണ്ട് വളരെ തുച്ഛമായ പൈസയ്ക്ക് വളരെ നിലവാരം കുറഞ്ഞ പേപ്പറുകളും ഇങ്കുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ അവരുടെ ഒരു ഫോട്ടോ കൊടുത്താൽ പ്രിൻ്റ് ചെയ്ത് വളരെ തുച്ഛമായ പ്രതിഫലമായി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുരവസ്ഥയിലേക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ നമുക്ക് ഒരു സ്റ്റുഡിയോ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ പഞ്ചായത്തിൽ നമ്മൾ ലൈസൻസിന് അപേക്ഷിക്കുന്നത് ഫോട്ടോ സ്റ്റുഡിയോകൾക്ക് വേണ്ടിയുള്ള ഒരു ലൈസൻസിനാണ് അപേക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഫാൻസി കടകളും ഓൺലൈൻ സേവന കേന്ദ്രങ്ങളും അവർ ലൈസൻസ് എടുക്കുന്നത് ഇത്തരത്തിൽ അവരുടെ സേവനങ്ങൾ ചെയ്യുവാനും അതുപോലെ ഫാൻസി കടകളിലെ ബിസിനസ് ചെയ്യുവാനുമാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി, ഇതിന് വിരുദ്ധമായി ഫോട്ടോഗ്രാഫി ലൈസൻസ് എടുത്തുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഫോട്ടോ സ്റ്റുഡിയോകൾക്ക് ഭീഷണിയാവുന്ന തരത്തിൽ അവരുടെ തൊഴിൽ മേഖലയിലേക്ക് കൂടി ഇത്തരത്തിൽ ഈ ഫോട്ടോ സ്റ്റുഡിയോകളെ തകർക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ പല ഓൺലൈൻ സേവന കേന്ദ്രങ്ങളും അതുപോലെ ഫാൻസി ഷോപ്പുകളും ഫോട്ടോ പ്രിൻ്റ് ചെയ്തുകൊണ്ട് അവർ ഈ മേഖലയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വലിയ ഭീഷണി. തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫി അന്നന്ന് വരുമാനം കിട്ടി ജീവിക്കുന്ന ഓരോ ഫോട്ടോഗ്രാഫി കുടുംബങ്ങൾ വളരെ ദയനീയമായ അവസ്ഥയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, പാസ്പോർട്ടിന് വേണ്ടി ഫോട്ടോ എടുക്കുന്ന ഒരു അവസ്ഥ ഇന്നില്ല. നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും നിലവാരം കുറഞ്ഞ ഫോട്ടോകൾ പാസ്പോർട്ടിൽ, നമ്മുടെ സ്വന്തം പാസ്പോർട്ടിൽ, വിദേശ രാജ്യങ്ങൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പാസ്പോർട്ടിൽ വളരെ നിലവാരം കുറഞ്ഞ ഫോട്ടോകളാണ് ഇന്ന് ഉപയോഗിച്ച് കാണുന്നത്. മുമ്പൊക്കെ നമ്മളൊക്കെ അറിയാം, നല്ല ഏറ്റവും നിലവാരം കൂടിയ ഫോട്ടോകൾ ആ പാസ്പോർട്ടിൽ പ്രിന്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നും, അതുപോലെ ആധാർ കാർഡിലൊക്കെ നമുക്കറിയാം, അത് ആ സേവനങ്ങളൊക്കെ ഈ ഫോട്ടോഗ്രാഫി ഉപജീവന മാർഗ്ഗം, ഈ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോകൾ നടത്തുന്ന അതുപോലെ ഫോട്ടോഗ്രാഫർമാർക്കും അത്തരത്തിൽ സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ സർക്കാർ നൽകിയാൽ തീർച്ചയായും ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ നിലനിർത്താൻ തീർച്ചയായിട്ടും സാധിക്കും. അതിനുവേണ്ട എല്ലാ നടപടികളും തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് ഈ സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നുള്ള കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധർണാ സമരം, ഇന്നിവിടെ ഞങ്ങൾ നടത്തിയ ഈ ധർണാ സമരം ഈ ഫോട്ടോഗ്രാഫി മേഖലയെയും തൊഴിലാളികളെയും തൊഴിൽ മേഖലയും നിലനിർത്താനുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 48 കൊല്ലമായി ഞാൻ ഒരു അജന്ത സ്റ്റുഡിയോ പറഞ്ഞിട്ട് പയ്യ ഒരു സ്റ്റുഡിയോ ഉണ്ടായി രാമേട്ടന് തൃശ്ശൂരിനാണ്. അപ്പോൾ ആടെ ഒരു 16 കൊല്ലം ഞാൻ പണിയെടുത്തുകൊണ്ടായി. പിന്നെ 92 ഞാനൊന്ന് സ്വന്തം കാസർഗോഡിലെ ഒരു സ്വന്തം സ്റ്റുഡിയോ ആക്കി.
അതിപ്പോൾ 34 കൊല്ലമായി. 33, 34. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ബുദ്ധിമുട്ടാണോ ഈ മേഖലയിൽ നിന്ന് പിടിച്ചെടുക്കാൻ? മുമ്പത്തെ പോലെ എന്തില്ല. ഇപ്പോൾ ബിസിനസ് എല്ലാം ഡൗൺ. മുമ്പെല്ലാം പാസ്പോർട്ട് സൈസ് എല്ലാ ദിവസമൊക്കെ ഒരു 50 പാസ്പോർട്ട് എല്ലാം ഉണ്ടാവും. ഇപ്പോൾ പാസ്പോർട്ടേ ഇല്ല. ഇപ്പോൾ വേറെ ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ഇത് പോലീസ് ഇൻക്വസ്റ്റ് ഫോട്ടോ എടുക്കുന്ന ആൾ കുറേ എൻ്റെ വിളിക്കും ഫോട്ടോ പോസ്റ്റ്മോർട്ടം. അപ്പോൾ അത് രാത്രി ഇപ്പോൾ 24 മണിക്കൂർ കാസർഗോഡ് നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 24 മണിക്കൂറായിരുന്നു. രാത്രി 12 മണിക്ക് വിളിച്ചാൽ ഞാൻ അവിടെ എത്തും. ഈ വിഷയത്തിൽ ഫോട്ടോഗ്രാഫേഴ്സ്മാർക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു. ഇനി ഈ കാര്യത്തിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നാണ് ഇതിന് അനുകൂലമായ നിലപാടുണ്ടാകേണ്ടത്. ഏതായാലും ഒരു സ്വയം തൊഴിൽ മേഖലയാണ്, ആ മേഖല സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മോടൊപ്പം കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ചേരുന്നു. ഏതായാലും ഏത് തരത്തിലുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത് നമുക്ക് അറിയാം. ഈ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അവർ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് തരത്തിലാണ് ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങ് ഇതിൽ ഇടപെടാൻ കഴിയുക? നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ ഇന്ന് ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നന്നായി അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ, ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. കാരണം ഞാൻ ഒരു ജനപ്രതിനിധിയാകുന്നതിന് മുമ്പും കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഫോട്ടോഗ്രാഫർമാരുമായി നല്ല ബന്ധം ഉള്ള ഒരാളാണ്. ജനപ്രതിനിധി ആയതിനു ശേഷവും ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഞാൻ ജനപ്രതിനിധി ആയത് തന്നെ ചില ഫോട്ടോഗ്രാഫർമാരുടെ സഹായ സഹകരണങ്ങൾ കലവറയില്ലാത്ത പിന്തുണ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഫോട്ടോഗ്രാഫർമാർ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ പൊതുജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ സാമൂഹിക പരിവർത്തനം കൊണ്ടുവരുന്നതിൽ വളരെയധികം നിർണായകമായ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്. എങ്കിലും അവർ ഇന്ന് അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ അവഗണന ശരിക്കും മനസ്സിലാക്കുവാൻ വേണ്ടപ്പെട്ട ആളുകൾക്ക് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. ഇന്നിപ്പോൾ അവർക്ക് വരുമാനമില്ല. ഇന്ന് സ്റ്റുഡിയോകൾ അടച്ചു പൂട്ടേണ്ട അവസ്ഥയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ GST അവരുടെ മേൽ GST ചുമത്തുന്നുണ്ട്. GST അവരുടെ മേൽ ചുമത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ KSEB വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ അവരും വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് അവരും കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, KSEB ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരും. പക്ഷേ ഫോട്ടോഗ്രാഫർമാരെ ആ വർധനവിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ നിയമസഭ അടുത്ത ആഴ്ച സമ്മേളിക്കുകയാണ്, വെള്ളിയാഴ്ച സമ്മേളിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് 1.5 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള, എനിക്കറിയാവുന്ന വസ്തുതാപരമായ അവരുടെ ദുരിതം, പ്രയാസം ഞാൻ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിന് പരിഹാരം കാണാൻ തീർച്ചയായും ഞാൻ എൻ്റെ എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു. പ്രധാനമായും ഇവർ നേരിടുന്ന പ്രതിസന്ധി അതെന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അത് പ്രധാനപ്പെട്ട പ്രതിസന്ധി, അതായത് ഇവരെല്ലാം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിവർത്തനങ്ങൾ കൊണ്ടുവന്നവരാണ്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഫോട്ടോ ഞാൻ 1979 എൻ്റെ കല്യാണം കഴിഞ്ഞത്. ആ കല്യാണത്തിൻ്റെ ഫോട്ടോ ഇന്നും ഒരു കേടുമില്ലാതെ എനിക്ക് സൂക്ഷിക്കാൻ സാധിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്ന, നമ്മളിപ്പോൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ടല്ലോ, ആ ഫോട്ടോഗ്രാഫർമാരുടെ പ്രാവീണ്യം കൊണ്ടാണ്. ഒരുപാട് ഇന്നിപ്പോൾ അവർക്ക് ഒരു ജോലിയുമില്ല. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അവർ ആവശ്യമില്ല, ആധാർ കാർഡ് എടുക്കണമെങ്കിൽ അവരുടെ ആവശ്യം, അവർ ആവശ്യമില്ലാത്ത ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ. അവരെയും പുനരുദ്ധരിപ്പിക്കണം. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഈ വിഭാഗത്തിലുള്ളതാണ് എന്നാണ് എനിക്ക് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ അങ്ങേയറ്റം തീർച്ചയായും ഇടപെടൽ നടത്തും. ആ ഇടപെടലുകൾ ഫലം കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും രാജ്യത്ത് തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സ്വയം തൊഴിൽ മേഖല കടുത്ത അവഗണന നേരിടുകയും അതില്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ ഇവർ ആവശ്യപ്പെടുന്നു. ആ രീതിയിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.